ഉണ്ണിയെ നഷ്ടപ്പെട്ട ഭൂതത്തിൻ്റെ സങ്കടം കേട്ടിട്ടുണ്ടോ? ഒരു കഥ കേട്ടാലോ? കറുത്തവാവുള്ള രാത്രിയിൽ കരിമ്പനത്തലപ്പിലൂടെ കാറ്റ് സീൽക്കാരത്തോടെ പാഞ്ഞു പോകുമ്പോൾ ഭൂതത്തിൻ്റെ മനസ്സിൽ 1000 വസന്തങ്ങൾ വാടിക്കരിഞ്ഞു വീഴുകയായിരുന്നു. കാതിൽ തോടയിട്ട്, നെറുകയിൽ ചന്ദനക്കുരയിട്ട്, കഴുത്തിൽ കലപിലപാടുന്ന പണ്ടങ്ങളണിഞ്ഞ മാലോകരെ പേടിപ്പിച്ചു നടന്ന കാട്ടുഭൂതം. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിൽ ആ രംഗമൊന്ന് ഓർത്തു നോക്കൂ. ഉണ്ണിയെ കണ്ട നിമിഷം മുതൽ അവളുടെ ഉള്ളിലെ ഭൂതം മരിക്കുകയും ഒരമ്മ ജനിക്കുകയും ചെയ്തു. ഉണ്ണിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന് കാട്ടുപഴങ്ങളും പൂക്കളും നൽകി തൻ്റെ ലോകം മുഴുവൻ അവനാണെന്ന് കരുതിയ ഭൂതം ഒടുവിൽ യഥാർത്ഥ അമ്മയുടെ സ്നേഹത്തിനു മുന്നിൽ തോറ്റുപോയപ്പോൾ ആ കുഞ്ഞിനെ മടക്കി നൽകേണ്ടി വന്ന ആ നിമിഷം താൻ മാറോടണച്ച് പാലൂട്ടിയ കുഞ്ഞല്ല, താൻ താലോലിച്ച ഉടലല്ല. എങ്കിലും ആ നിമിഷം ഭൂതത്തിൻ്റെ ഉള്ളുലഞ്ഞു പോയിട്ടുണ്ടാകണം. ഉണ്ണി തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഭൂതത്തിൻ്റെ കൺപീലികളിൽ നിന്ന് വീണത് വെറും കണ്ണുനീരല്ലായിരുന്നു, തനിക്കൊരിക്കലും ലഭിക്കാത്ത മാതൃത്വത്തിൻ്റെ ചോരയായിരുന്നു. എല്ലാവരും ഉണ്ണിയെ കിട്ടിയ സന്തോഷത്തിൽ മടങ്ങിയപ്പോൾ ആ കരിമ്പന ചുവട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വിങ്ങിക്കരഞ്ഞ ഭൂതത്തിൻ്റെ സങ്കടം ഇന്നും ആ മണ്ണിൽ അലിഞ്ഞു കിടപ്പുണ്ടാകാം. കാലം ഇന്ന് ഒരുപാട് കടന്നുപോയി. ഭൂതവും ഉണ്ണിയും വെറും കവിതയായി മാറി. എങ്കിലും ഇന്നും മകരം പിറക്കുമ്പോൾ വടക്കിനിയിൽ നിന്ന് കേൾക്കുന്ന ഉണ്ണികളുടെ ചിരി ഭൂതത്തിൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടാകാം. കയ്യിലുണ്ടായിരുന്ന പൊന്നും പണവും നൽകിയിട്ടും ആ ഉണ്ണിയെ തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ വെറും കൈയോടെ പാടവരമ്പിലൂടെ കരഞ്ഞുകൊണ്ട് നടന്നുപോയ ഭൂതം ഇന്നും മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങൾ ഉറങ്ങുമ്പോൾ നിശബ്ദമായ പാടവരമ്പിലൂടെ ഏങ്ങലടിച്ചുകൊണ്ടൊരു നിഴൽ നടന്നു പോകുന്നുണ്ടാകാം. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ വേദന തൻ്റേതല്ലാത്ത ഒരാളെ സ്വന്തമെന്നോണം സ്നേഹിക്കുകയും ഒടുവിൽ അവരെ വിട്ടുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാകാം.